മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിനിന്റെയും ഒക്കെ ഫോട്ടോ കാണുമ്പോ ആ ഫോട്ടോയുടെ സ്ഥാനത്ത് ഗോൾവാൾക്കറിന്റെയും ഹെഗ്ഡേവാറിന്റെയും മൂഞ്ചയുടെയും ഒക്കെ പടങ്ങൾ കടന്നു വരുന്ന കാലം അതിവിദൂരമല്ലെന്ന് CPM അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു സ്വാഭാവിക പരിണിതി കൂടിയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവിക്കൊടി അല്ല ചെങ്കൊടിക്ക് നരബാധിച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും ത്രിവർണ്ണ പതാകയായി മാറാൻ സാധിക്കുകയില്ല. ചെങ്കൊടിക്ക് നരബാധിച്ചു കഴിഞ്ഞാൽ അതിന് പച്ചക്കൊടിയാവാൻ കഴിയില്ല. ചെങ്കൊടിക്ക് നരബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കാവിക്കൊടിയായി മാത്രമേ മാറുകയുള്ളൂ എന്ന പ്രകൃതിപരമായ യാഥാർത്ഥ്യത്തിലേക്ക് കേരളത്തിലെ CPM-ഉം ഓരോ ചവിട്ടടിയും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ വളരെ പ്രകടമായി ഒരു ഒളിയും മറയുമില്ലാതെ വളരെ പരസ്യമായി നമുക്കിന്നിവിടെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് CPM-നോട് ചില കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ ഗൗരവത്തിൽ പറയേണ്ടി വരുന്നത്. എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഇത് കുറെ നാളായി തുടങ്ങിയിട്ട്. അത് തുടങ്ങിയത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDF-ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ കൂടി ഭാഗമായിട്ട് ആലപ്പുഴ മണ്ഡലത്തിൽ ഒഴികെ 19 മണ്ഡലങ്ങളും CPM അമ്പേ പരാജയപ്പെട്ടു. ഒരുപക്ഷെ അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വലിയ പരാജയമാണ് അവർക്കുണ്ടായത്. ആ പരാജയത്തിന്റെ നാൾ മുതൽക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ കുതിര കയറാൻ CPM തുടക്കം കുറിച്ചത് എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം അറിയുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റുന്ന കാര്യം. അതുവരെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതുവരെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പ്രശ്നമല്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ തീവ്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭീകരവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാർ രാജ്യദ്രോഹികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഈ ലോകത്ത് സകല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് എന്ന സ്വഭാവത്തിലുള്ള പ്രചരണം അന്ന് മുതൽ തുടങ്ങിയതാണ്. പിന്നെ അതിന് കുറച്ചൊരു ഇടവേള ഉണ്ടായി. ആ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും അത് തുടക്കം കുറിച്ചത് നിലമ്പൂരിലെ CPM-ന്റെ സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ അദ്ദേഹത്തിന്റെ കുടത്തിൽ നിന്ന് ഒരു വലിയ രാഷ്ട്രീയ ബോധത്തെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തുറന്നുവിട്ടു. അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കി. അത് ഏറ്റവും വലിയ പരിക്കുണ്ടാക്കിയത് CPM-ന് മാത്രമല്ല, CPM-ന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ADGP ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കും RSS-ഉം CPM-ഉം തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധത്തിന്റെ എല്ലാ രഹസ്യങ്ങളും പൊളിച്ചടക്കി ചില വസ്തുതകൾ പുറത്തുവിട്ടപ്പോ അന്ന് മുതലാണ് വീണ്ടും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ഈ കുതിര കയറൽ ആരംഭിച്ചത് എന്ന് കാണാൻ സാധിക്കും. ആ സംഭവം നടന്നപ്പോ അല്ലെങ്കിൽ അൻവർ ഇങ്ങനെ ഒരു പരസ്യമായ പ്രസ്താവനയുമായി രംഗത്ത് വന്നപ്പോ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പത്രക്കാരോട് പറഞ്ഞു, അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറഞ്ഞപ്പോ സാധാരണഗതിയിൽ അങ്ങനെ കേരളത്തിന്റെ ഒരു CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സകല ചാനലുകളും അത് വലിയ ചർച്ചയാക്കി അന്നത്തെ അന്തിചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം അതായിരിക്കും. പക്ഷേ ഒരു ചാനലും അത് ചർച്ച ചെയ്തില്ല, ആരും അത് കാര്യമായിട്ടെടുത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വലിയൊരു ട്രോളായി അന്ന് തന്നെ കേരളം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് പത്രങ്ങളിലൊന്നും അത് ചർച്ചയായില്ല, ചാനലുകളിലൊന്നും അത് അന്ത്യചർച്ചയ്ക്ക് വിധേയമായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ റിയാസ് വീണ്ടും പത്രക്കാരെ കണ്ടു പറഞ്ഞു, ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾ ഏറ്റെടുക്കാത്തത്? അദ്ദേഹം രോഷാകുലനായിക്കൊണ്ട് പത്രക്കാർക്ക് നേരെ ചാടിക്കയറിക്കൊണ്ട് പറയാൻ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താണത് ഏറ്റെടുക്കാത്തത് എന്ന് വീണ്ടും അദ്ദേഹം ചോദിക്കാണ്. കാരണം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മാധ്യമങ്ങൾക്കും ചാനലുകൾക്കുമൊക്കെ ഇത് കേവലം ഒരു അപവാദ പ്രചരണം അല്ലെങ്കിൽ ആരോപണം മാത്രമാണെന്ന്, അല്ലെങ്കിൽ ഒരു തമാശ മാത്രമാണെന്ന് ഇവിടെയുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അത് വലിയ ചർച്ചയായി മാറാതിരുന്നത്. പക്ഷേ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് CPM-ന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാത്തിന്റെയും പിന്നിൽ. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി ജമാഅത്തെ ഇസ്ലാമി വേണ്ട, മുസ്ലിം സമുദായം തന്നെയാണ് എല്ലാത്തിന്റെയും പിന്നിൽ. വിജയരാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമുണ്ട്. വായ തുറന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മാത്രമല്ല മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായ ഭീകരവാദവും തീവ്രവാദവും ആരോപിക്കുന്ന CPM-ന്റെ ഒന്നാമത്തെ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് വിജയരാഘവൻ. പേനയെടുത്തുകൊണ്ട് 2 എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്താൻ തീരുമാനിച്ചാൽ പത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചല്ല മുസ്ലിം സമുദായത്തെ കുറിച്ച് തന്നെ തീവ്രവാദം ആരോപിക്കാതെ ഒരു വർത്തമാനം പോലും പറയാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. CPM-ന്റെ വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് A. വിജയരാഘവന. അവിടെ അദ്ദേഹം നടത്തിയ പ്രഭാഷണം ഇന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ പറഞ്ഞത്? കേട്ടിടൂ ജനങ്ങളെ, മാനവ കുലങ്ങളെ, ഏകനായകന്റെ നാദം നമ്മൾ കാത്തിടൂ. മാനവർക്ക് പാതയായി മണ്ണിൽ വന്ന ധാരയായി